വാടക വീട് വില കൊടുത്ത് സ്വന്തമാക്കിയ വീണ്ടും ഒരു പാലുകാച്ചലൊക്കെ നടത്തണ്ടേ ഭാനുവമ്മേ? ഇനി അനന്തം മാഷും മക്കളുമാണ് ഇതിന്റെ ഉടമസ്ഥരെന്ന് 4 പേര് അറിയണ്ടേ? ഓ, ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ കാശ് ചെലവാക്കി കുറെ പേരെ ക്ഷണിക്കുകയൊക്കെ ചെയ്ത് വേണമെങ്കിൽ പാലുകാച്ചൽ നടത്താം. പക്ഷേ അത് ആളുകളുടെ കണ്ണു കൊള്ളാൻ വേണ്ടി ആവരുത്. എന്റെ അഭിപ്രായത്തില് അനുപമ ഒരിക്കലും പാല് കാച്ചി ഈ വീട്ടില് ഇനി ഒരു പാലുകാച്ചല് വേണ്ടെന്ന. ഇവിടെ വാടകക്കാരിയായി വന്നവള് ഈ വീടിന്റെ ഉടമസ്ഥയായില്ലേ? അത് തന്നെയാണ് ഏറ്റവും വലിയ ഐശ്വര്യം. ആ, അങ്ങനെ ആലോചിക്കുമ്പോ ഭാനുവമ്മ പറഞ്ഞതുപോലെ കാശ് കളയാനുള്ള പാലുകാച്ചലൊന്നും ഇനി വേണ്ട. അനന്തം മാഷ് ഈ വീട് വാങ്ങിയ കാര്യം ആരറിഞ്ഞില്ലെങ്കിലും ഇന്ദ്രനും അവന്റെ അമ്മയും അറിയല്ലോ. അത് മതി. ആ, സുശീല ഇന്ന് നാട്ടിലുള്ള അമ്പലങ്ങളിലെല്ലാം ഈ വീടിന്റെ രജിസ്ട്രേഷൻ മുടങ്ങാൻ വഴിപാട് നടത്തിയിട്ടുണ്ടാവും. ഒടുവിലെല്ലാം ഭംഗിയായി നടന്നു എന്നറിയുമ്പോ സുശീലയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരാതിരുന്ന അവളുടെ ഭാഗ്യം. ഈ ഹാർട്ട് അറ്റാക്കൊക്കെ നല്ല മനസ്സുള്ളവർക്കാ ഭാനുമേ വരുന്നത്. ഈ കരിങ്കല്ല് പോലത്തെ മനസ്സുള്ളവരൊന്നും പെട്ടെന്ന് കാലന്റെ കണ്ണിപ്പെടില്ല. ആ സ്ത്രീയെ അവര് നരകിച്ചേ മരിക്കും. നരകിച്ചു. ഇങ്ങനെ ചിരിക്കാനും മാത്രം എന്താ ഭാനുമ്മേ? അമ്പിളി ചേച്ചി എന്ത് തമാശ പറഞ്ഞേ? തമാശയൊന്നും അല്ല മോളെ, നിന്റെ അമ്പിളി ചേച്ചി അവളുടെ മനസ്സിലെ ആഗ്രഹം പറഞ്ഞതാ. എന്താഗ്രഹ ചേച്ചി? ഞാനും കൂടെ ഒന്ന് കേക്കട്ടെ. എന്റെ മാത്രം ആഗ്രഹമൊന്നും അല്ലതേ, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമല്ലേ സുശീൽ ആന്റി നരകിച്ചേ മരിക്കാവൂന്ന്. ഓ, അതാണോ? അതൊക്കെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവോ ചേച്ചി? അവരിങ്ങനെ പന പോലെ വളർന്നോണ്ടിരിക്കല്ലേ. ആ, അത് ശരിയാ മോളെ. ആ മക്കളെല്ലാരും പാല് കുടിച്ചോ? അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ. ഒരാവശ്യമില്ല ഭാനുമേ. അവരെല്ലാരും കൂടി ഒരുമിച്ച് കൂടിയപ്പോ എല്ലാരും വലിയ സന്തോഷത്തിലാ. ആർച്ചമോളും ഭദ്രമോളും പാല് കുടിച്ചോടനെ ഉറങ്ങി. ലച്ചുമോളും വിച്ചുമോനും ദയയുടെ ഉണ്ണിക്കുട്ടനെ കളിപ്പിച്ചോണ്ടിരിക്കുക. അമ്പിളിയും ദയയും ഇനി വേണമെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കാൻ പൊയ്ക്കോ.